വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിഷുവാശംസകൾ. വൈകിയ വേളയിൽ സുദീർഘമായ പ്രസംഗത്തിനൊന്നും ഞാനും വരുന്നില്ല. എന്നാലും വീണ്ടും ഒരിക്കൽ നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് സംവദിക്കാനും അവസരം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് വളരെ അടുത്ത സുഹൃത്തായ ശബരിയുടെ ഈ പുസ്തക ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചതിനും മതിയായ സന്തോഷമുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു സ്ത്രീപക്ഷമായ ശകുനി എന്ന നോവലിനെ കുറിച്ച് എനിക്ക് തോന്നിയ ചില അനുഭവങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വായനയും എഴുത്തുമൊക്കെ സങ്കീർണമായ ഏർപ്പാടും അനുഭവമാണെന്ന്, സ്ത്രീകളുടെ വായനയുമായി സാഹിത്യത്തിന് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പ്രശസ്ത ഫെമിനിസ്റ്റ് എഴുത്തുകാരി എലൈൻ ഷോൾട്ട് അവരുടെ ഇഡർഹോസ് എന്ന ഫെമിനിസ്റ്റ് നിരൂപണ ഗ്രന്ഥത്തിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ചിന്തിക്കുന്ന സ്ത്രീകളെയാണ് പുരുഷന്മാർ എന്നും ഭയന്നിരുന്നത്. എക്കാലത്തും ചിന്തിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് ഭയമായിരുന്നു. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ലൈബ്രറികളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നത്. മതഗ്രന്ഥങ്ങൾ എന്ന പോലെ സാഹിത്യ ഗ്രന്ഥങ്ങളും വായിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മുൻഗാമികളായ സ്ത്രീകൾ പൊരുതി നേടിയെടുത്തതാണ്. പെൺവായന പുതിയ തലങ്ങളിലെത്തുകയും നവമാനങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് സ്ത്രീകളുടെ എഴുത്ത് വേറിട്ടതാകുന്നത് എന്ന് നാം ഇപ്പോഴത്തെ സ്ത്രീ എഴുത്തുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അത് വേറിട്ടതായി മാറുന്നത്. ഈ സ്ത്രീകൾ കൂടുതൽ വായനയിലേക്ക് ചെല്ലുമ്പോഴാണ് സ്ത്രീകളുടെ എഴുത്ത് വേറിട്ടതാകുന്നതെന്നാണ് ഉദാഹരണ സഹിതം നമുക്ക് ഒരുപാട് കഥകൾ വ്യാഖ്യാനിച്ച് എടുത്ത് കാണിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അതിനൊരു പ്രധാന ഉദാഹരണമായിട്ടാണ് ഞാൻ ശബനിയുടെ രചനകളെ കാണുന്നത്. സ്വന്തമായ ഒരു പ്രമേയം കണ്ടെത്തി സ്വന്തം ഭാവനയുടെ നിറം ചേർത്ത് അതൊരു നോവലോ കഥയോ ആയി ചിത്രീകരിക്കുക എന്നത് തന്നെ വലിയ ശ്രമകരമായ ഒരു അനുഭവം, ഒരു എന്താ പറയുന്നത്, വലിയൊരു ശ്രമകരമായ ഏർപ്പാടാണ് എന്ന് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എനിക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏടുകൾ അടർത്തിയെടുത്ത് നോവലും ചെറുകഥയൊക്കെ മാറ്റുക എന്നത് വിഷമം പിടിച്ച ഏർപ്പാടാണ്. നമുക്ക് യാതൊരു സംശയവുമില്ല. അത് എഴുത്തും സിനിമയും ഒക്കെ സെൻസർ ചെയ്യപ്പെടുന്ന ഈ ഘട്ടകാലത്ത് അതൊരു വലിയ ശ്രമകരമായ ഏർപ്പാട് തന്നെയാണ്. എന്തും മതത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആത്മീയ നേതാക്കളെന്ന് സ്വയം അവകാശപ്പെടുന്ന എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട വർഗീയവാദികളായ ചിലർ. ജനങ്ങളെ, സമാധാനപ്രിയരായ നമ്മളെ പോലുള്ള ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അധികാരത്തിലെത്തുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത്തരം രാഷ്ട്രീയ സംഘടനകളുടെ വാലാട്ടികളായ ഇത്തരക്കാരെ ഭയപ്പെടാതെ സ്വതന്ത്രമായി സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നത് ഈ എഴുത്തുകാർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ളവർ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ സാഹിത്യ രംഗത്ത് തുടരുന്നത്. അത് പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോൾ അവർക്ക് അതിൽ കൂടുതൽ മാനസിക സന്ദർഭങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. സ്ത്രീകളുടെ സ്വകാര്യ ജീവിതത്തിൽ ഒഴിഞ്ഞു നോക്കുകയും സ്ത്രീകൾ എഴുതുന്നത് അവരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുകയും അങ്ങനെ അവരെ അപമാനിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ അതൊക്കെ സംഭവിക്കുന്നത് ഒരു സത്യാവസ്ഥയാണ്. ആ കടമ്പകളൊക്കെ മറികടക്കാൻ ശബനിക്ക് സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ശബനിയുടെ ശബനി എപ്പോഴും ഓടുകൊണ്ട് മാറി പോകുന്നുണ്ടല്ലോ. ശബനിയുടെ ശകുനി എന്ന നോവൽ പെൺവീക്ഷണത്തിലൂടെ വായിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഗാന്ധാര ദേശത്തെ മഹാരാജാവിൻ്റെ മകനും ഗാന്ധാരിയുടെ സഹോദരനും ദുര്യോധനും ദുശ്ശാസനും തുടങ്ങിയ 101 പേരുടെ അമ്മാവനുമായ ശകുനിയെ നായകനാക്കി മഹാഭാരത കഥ പുനരാഖ്യാനം ചെയ്യാനാണ് ഈ നോവലിലൂടെ ശകുനി ശ്രമിച്ചത്. കള്ളച്ചൂരിൽ മിടുക്കനും കുതന്ത്രക്കാരനുമായ ശകുനി മഹാഭാരത കഥയെക്കുറിച്ച് ഘട്ടറിയുള്ളവർ പോലും വില്ലനായിട്ടാണ് കണക്കാക്കുന്നത്. ശബനി വില്ലനായിട്ട് കാണുമ്പോഴാണ് ശബനി അദ്ദേഹത്തെ നായകനായി ഈ നോവലിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കള്ളച്ചൂതിലൂടെ പാണ്ഡവരുടെ രാജ്യവും അവരുടെ സകലമായ ഐശ്വര്യങ്ങളും തട്ടിയെടുത്ത് സ്വന്തം മരുമക്കൾക്ക്
കൊടുക്കാനായിട്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് ശകുനി തുടക്കമിട്ടത് എന്ന് പോലും ഏറിയ പങ്കും നമ്മളിലേറിയ പങ്കും അങ്ങനെ ഒരു തീർപ്പിലെത്തുന്ന കാലത്താണ് ഈ ഒരു നോവലിൽ അതിന് വ്യത്യസ്തമായി ശകുനി കാണുന്നത്. പാണ്ഡവരിൽ ഏറ്റവും ഇളയവനും പാണ്ഡുവിൻ്റെ രണ്ടാം ഭാര്യയായ മാതൃയിലുണ്ടായ മകനുമായ സഹദേവനാണ് ഈ നോവലിലെ മറ്റൊരു പ്രധാന കഥാപാത്രം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ശകുനിയെ വധിക്കുന്നത് സഹദേവനാണ്. ഘാതകനായ സഹദേവനുമായി ശകുനി നടത്തുന്ന ഒരു ശകുനിയുടെ ആത്മാവ് നടത്തുന്ന ഒരു ചർച്ചയാണ്, ആ ഒരു സംവാദങ്ങളുടെ രൂപത്തിലാണ് ശകുനി എന്ന നോവൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലെ പ്രതിനായകരെ എന്ന ചോദ്യത്തിന് നമുക്ക് കിട്ടുന്ന ഉത്തരം ദുര്യോധനാണെങ്കിലും ശകുനി എന്ന നോവലിലെ പ്രതിനായകൻ ഭീഷ്മ പിതാമഹൻ എന്ന് കൊണ്ടാടപ്പെടുന്ന ഭീഷ്മരാണ്. ഭീഷ്മരെ ക്രൂരനും ധനമോഹിയും സ്ത്രീവിരുദ്ധനുമായി ചിത്രീകരിച്ചുകൊണ്ട് സ്ത്രീയുടെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരത കഥ അവതരിപ്പിക്കാനാണ് ശകുനി ശ്രമിച്ചത് എന്നാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ നോവൽ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. അനിയന്മാർക്ക് വേണ്ടി അംബാലിക എന്നീ രാജകുമാരിമാരെ ബലമായി പിടിച്ചു കൊണ്ടുവന്നതും ശകുനിയുടെ സഹോദരി 100 മക്കളെ പ്രസവിക്കുമെന്ന് അനുഗ്രഹം കിട്ടിയ ഗാന്ധാരിയെ അന്ധനായ ധൃതരാഷ്ട്രക്ക് വേണ്ടി വിവാഹം ആലോചിച്ചതുമായുള്ള ചിന്തകൾ സ്ത്രീവിരുദ്ധതയുടെ അടയാളമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗാന്ധാരം ശത്രുരാജ്യമാണെന്ന് അറിഞ്ഞിട്ടും ധൃതരാഷ്ട്രർക്ക് വേണ്ടി ഗാന്ധാരിയെ വിവാഹം ആലോചിച്ചത് ഗാന്ധാര രാഷ്ട്രത്തിലെ സ്വത്ത് മുഴുവൻ ഹസ്തിനപുരക്കാർക്ക് കിട്ടുമല്ലോ ഒന്ന് മോഹിച്ചുകൂടിയാണ് ഭീഷ്മർ ഇങ്ങനെ കല്യാണം ആലോചിച്ചത് എന്നൊക്കെയാണ് ശകുനി ഇവിടെ നാം മനസ്സിലാക്കുന്നത്. പാണ്ഡുവിനെ മോഹിച്ച ഗാന്ധാരിയെ പിതാവിൻ്റെയും സഹോദരൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി ധൃതരാഷ്ട്ര വിവാഹം കഴിക്കേണ്ടി വന്നത് സ്ത്രീയുടെ നിസ്സഹായതയുടെ പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത്. പാണ്ഡുവിനെ വിവാഹം കഴിക്കാനായിരുന്നു ഗാന്ധാരിക്ക് മോഹം. പാണ്ഡുവിന് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നോ നമുക്ക് മനസ്സിലാകുന്നത് പിടികിട്ടാത്ത ചോദ്യമാണ്. അങ്ങനെ ഒരു ആഗ്രഹിച്ചിരുന്ന ഗാന്ധാരിക്ക് അവർക്കിഷ്ടമല്ലാത്ത ബന്ധത്തിന് കീഴടങ്ങേണ്ടി വന്നത് സ്ത്രീയുടെ നിസ്സഹായതയായിട്ടാണ് ഞാൻ കാണുന്നത്. സമ്പത്തിൽ മുന്നിലാണെങ്കിലും സൈന്യബലത്തിൽ പിന്നിലായ ഗാന്ധാര ദേശത്ത് രാജാവിന് മഹാരാജാവ് സുന്ദരിയും സുശീലയും ബുദ്ധിമതിയുമായ സ്വന്തം മകളെ കുരുതി കൊടുത്തുകൊണ്ടാണ് രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിച്ചത്. ഈ പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധാരി കണ്ണുകെട്ടി എനിക്ക് ഒന്നും കാണണ്ട, ഗാന്ധാര ദേശത്തിൽ പോയാലെന്ന് തീരുമാനിച്ചത് എന്ന് ശകുനിയിലൂടെ ഞാൻ മനസ്സിലാക്കി. അതുവരെ നമ്മൾ മനസ്സിലാക്കിയത് ഭർത്താവിന് കാണാൻ കഴിയാത്തതൊന്നും തനിക്ക് കാണാൻ കഴിയണ്ട എന്ന അർത്ഥത്തിലാണ് ഗാന്ധാരി കണ്ണ് മറച്ച് നടന്നത് എന്നാണ് പലരും വായിച്ചിരുന്നത്. അത് ആ ഒരു ധാരണ, അങ്ങനെ അത് കണ്ണ് കെട്ടി നടന്നത് ഭർത്താവിന് വേണ്ടിയാണെന്ന ധാരണ തിരുത്തി കുറിക്കുന്നതാണ് ശകുനിയുടെ ഈ നോവൽ. ധർമ്മത്തിന്റെ പേരിൽ അധർമ്മം മാത്രം പ്രവർത്തിച്ചവരാണ് പാണ്ഡവരെന്നാണ് മരണശേഷം സഹദേവനുമായുള്ള സംഭാഷണത്തിൽ ശകുനി അക്കമിട്ട് നിരത്തുന്നത്. ഈ നോവൽ തുടങ്ങുന്നത് തന്നെ യുദ്ധത്തിന് ശേഷം താൻ കൊന്ന സഹദേവന്റെ മനസ്സുമായി സഹദേവന്റെ ആത്മാവുമായുള്ള സംഭാഷണത്തിലൂടെ ശകുനിയുടെ ഈ പേരുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. ആത്മസംഭാഷണങ്ങളിലൂടെയാണ് ശകുനി ഈ നോവലിലെ ആവിഷ്കാരം നിർവഹിച്ചിരിക്കുന്നത്. അത് ഒരു വിശദമായിട്ട് തന്നെ അതിലിങ്ങനെ സഹദേവനും ശകുനിയുമായുള്ള സംഭാഷണങ്ങളിലൂടെ ശകുനിക്ക് പറയാനുള്ളത് കൂടി ആ സംഭാഷണങ്ങളിലൂടെ ശകുനിയെ കൊണ്ട് പറയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കേട്ടറിഞ്ഞ മഹാഭാരത കഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായി മഹാഭാരത കഥയെ നോക്കിക്കാണാൻ നമ്മെ പ്രേരിപ്പിച്ചു എന്നതാണ് ഈ നോവലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത, ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും, വേട്ടയാടിക്കൊണ്ടിരിക്കും. പാണ്ഡു ഗാന്ധാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നോ? അതുപോലെ സഹദേവൻ തൻ്റെ പ്രണയിനിയെ വിട്ട് ഇവരെ ദ്രൗപദി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിൽ ഒരുപാട് ആശങ്കപ്പെട്ടിരുന്നില്ലേ? അതിനെപ്പറ്റി ആലോചിച്ച് വേദനിച്ചിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾ നമ്മൾ അലട്ടാറുണ്ട്.
അതുപോലെ പാണ്ഡുവിൻ്റെ ഭാര്യയായിക്കൊണ്ട് തന്നെ അന്യപുരുഷന്മാരുടെ മക്കളെ പെറ്റുപോറ്റേണ്ടി വന്ന കുന്തിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? സ്വന്തം ഭർത്താവിൻ്റെ ദേശത്തും പിന്നെ അതുപോലെ സ്വന്തം ദേശത്തും അപമാനിക്കപ്പെട്ട ഗാന്ധാരിക്ക്, അന്തൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അപമാനിക്കപ്പെട്ട ഗാന്ധാരിക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക സമ്മർദ്ദങ്ങൾ നമ്മളെ വല്ലാതെ അലട്ടുന്നു. അതിന് നമുക്കൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. അതൊക്കെ കുറച്ചൊന്നുമല്ല ഈ ചോദ്യങ്ങളൊക്കെ എന്നെ അലർസപ്പെടുത്തിയത്. അതുപോലെ ഇത് വായിക്കുന്ന സ്ത്രീകളെല്ലാം അങ്ങനെ അലർസപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, നോവലിസ്റ്റും ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെ കിട്ടുന്നതാണ് നോവൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. യുദ്ധത്തിൻ്റെ ഇരകൾ, യുദ്ധത്തിൻ്റെ മാത്രമല്ല എല്ലാ ദുരന്തങ്ങളുടെയും ഇരകൾ എപ്പോഴും സ്ത്രീകൾ മാത്രമായിരുന്നു. അത് ഈ ശകുനി എന്ന നോവലിലും തെളിയിക്കാൻ ശകുനി കാര്യമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ത് ഇപ്പോൾ പ്രകൃതി ദുരന്തമായാലും ശരി, വർഗീയ ലഹളയായാലും ശരി, എല്ലാത്തിൻ്റെയും തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. അത് ഇന്ന് തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി എല്ലാ ദുരന്തങ്ങളുടെയും പിന്നെ എല്ലാ ദുരന്തങ്ങളുടെയും ഈ ഇരകൾ എപ്പോഴും സ്ത്രീകളായിരിക്കും. അത് രാജകുമാരിയായാലും ഭാര്യയായാലും ദാസിയായാലും മഹാറാണി തന്നെ ആയാലും അവർ എപ്പോഴും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. രാജ്ഞിമാർക്ക് തൊഴിലുകളുണ്ടാവാം, ഇഷ്ടംപോലെ സുഖസൗകര്യങ്ങളുണ്ടാവാം, പരിചരിക്കാൻ ആളുകളുണ്ടാവാം. എന്നാലും പലപ്പോഴും പഴയ കാലത്തെ ഇതിഹാസ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രാജസിംഹാസനത്തിരിക്കുന്ന രാജമാതാക്കളൊക്കെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നമ്മുടെ നേപ്പാളും വലുതായിരുന്നു എന്ന് അവർ നമ്മൾ കുട്ടികളൊക്കെ രാജ്ഞിയായി ജനിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നാണ് എനിക്കൊരിക്കലും രാജ്ഞിയായിട്ട് ജനിക്കേണ്ട. കാരണം അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം നമുക്കൊന്നും താങ്ങാൻ സാധിക്കുന്നില്ല. അവരുടെ ഭർത്താക്കന്മാരുടെ മഹാരാജാക്കന്മാരൊക്കെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരാണ്. അവർക്ക് ഒരുപാട് ഭാര്യമാരെ സ്വീകരിക്കാം, അവർക്കിഷ്ടമുള്ളവരെ മുറിയിലേക്ക് ഒളിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഭാര്യയായി കഴിഞ്ഞാൽ എന്തൊരു ഖേദകരമായ അവസ്ഥയാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാലം വേറാൻ വിധിക്കപ്പെട്ടവരാണ് സ്ത്രീകൾ എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാനാണ് ശകുനിയിലൂടെ ശകുനി ശ്രമിച്ചിട്ടുള്ളത്. മഹാഭാരതത്തെക്കുറിച്ചുള്ള നമ്മുടെ തീർപ്പുകളൊക്കെ മാറ്റിമറിക്കാനും വിചാരണ ചെയ്യാനും ശകുനിയുടെ നോവൽ ശകുനിക്ക് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശകുനിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.